Hello, good morning all. Good morning. Good morning, ma'am. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ളത് അനസ് സാറാണ്. സാറ് സൈക്കോളജിക്കൽ കൗൺസിലർ ആണ്, പബ്ലിക് സ്പീക്കർ ആണ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ട്രെയിനർ ആണ്. സാർ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മോർണിംഗ് സർക്കിളിൽ സ്ഥിരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സാറിന്റെ ജോബിന്റെ ടൈം മാറിയ കാരണം കൊണ്ട് തന്നെ അപ്പൊ സാറിനെ ഈ ഒരു സെഷനിലേക്ക് സന്തോഷത്തോട് കൂടിയിട്ട് വെൽക്കം ചെയ്യാണ്. അതുപോലെ ഈ ഒരു സമയത്ത് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യാൻ. സാർ സ്റ്റാർട്ട് ചെയ്യാല്ലേ? Yes, start ചെയ്യാം. Hello, good morning everyone. Good morning, sir. Good morning. Good morning. നമ്മുടെ വിംബിളിന്റെ 299 എപ്പിസോഡാണ് അല്ലേ ഇന്ന്. ഒരു സെഷനോട് ആകുമ്പോഴത്തേക്കും 300 കവർ ചെയ്യും. അപ്പൊ അതെ. ഇതുവരെ നമുക്ക് ഒരുപാട് എനിക്ക് തോന്നുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോപ്പ് പല പല ആൾക്കാർ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട്, വെബിനാറുകൾ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നിനോട് കണക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും പ്രസന്റേഷൻ ചെയ്യുന്ന ആളുടെ ശൈലിയിലെ വേരിയേഷൻസ് കൊണ്ട് നമുക്ക് പല ടോപ്പിക്കുകളിൽ നിന്നും പുതിയ പുതിയ അറിവുകളൊക്കെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നേരത്തെ ആരെങ്കിലും ക്ലാസ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിലും ഈ ഒരു ടോപ്പിക് ഇവിടെ അവതരിപ്പിക്കാം. അപ്പം എല്ലാവരും റെഡി അല്ലേ? Yes, we are. താങ്ക് യു സൂസൻ മാം. എല്ലാവരും ഒന്ന് ആക്റ്റീവൊക്കെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ കൊള്ളാം കേട്ടോ. നമുക്ക് ഇന്നത്തെ ഒരു സെഷൻസ് ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മാക്സിമം പോയ ഒരു 45 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എല്ലാം കവർ ചെയ്ത് ക്ലിയർ ആക്കി മുന്നോട്ട് പോകാം. എല്ലാവരും ഓക്കെ സെറ്റ് അല്ലേ? Yes, yes. ഓക്കെ. ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്റ്റോർഷൻസിനെ പറ്റിയാണ്. കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. നമുക്കറിയാം, ഒരു മനുഷ്യന്മാർ നമ്മളെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പം ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ചിന്ത എന്നുള്ളത്, തോട്ട്സ് അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം നമുക്ക് കണക്കുകൾ പ്രകാരം പറയുന്നത് 70,000 ചിന്തകളെങ്കിലും മനുഷ്യനിൽ അവരുടെ ബ്രെയിനിൽ വരുന്നുണ്ടെന്നാണ്. അതിനകത്ത് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. കൊഗ്നിറ്റീവ് എന്ന് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നതാ? ചിന്തകളെ സൂചിപ്പിക്കുന്നതാണ് കൊഗ്നിറ്റീവ് എന്ന് പറയുന്നത്. ഡിസ്റ്റോർഷൻ എന്ന് പറയുന്ന പിഴവുകൾ എന്ന് പറയും. ചിന്തയിലുള്ള പിഴവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ടൊന്നും എടുത്താൽ തീരാത്ത അത്രയും ഏറെ ഡിസ്റ്റോർഷൻസ് നമുക്ക് തന്നെ അറിയാം. പലതരത്തിലുള്ള ചിന്താ പിഴവുകളുണ്ട്. പക്ഷെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് 7 ടൈപ്പിലുള്ള ഡിസ്റ്റോർഷൻസിനെ പറ്റിയാണ്. മെയിനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 7 ടൈപ്പിലുള്ള ഡിസ്റ്റോർഷൻസ് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം എല്ലാവരും റെഡി അല്ലേ? അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവരും ജസ്റ്റ് സ്ക്രീനകത്തൂടെ ജസ്റ്റ് ഒന്ന് നോക്കുക. കാണാൻ സാധിക്കുന്നുണ്ടോ? വരുന്നുണ്ട് sir. കാണാം, കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. അതായത് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ് ആയിട്ടുള്ള നമ്മളെല്ലാവരും നമ്മൾ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്. ആ ചിന്തയിൽ ഉണ്ടാവുന്ന പിഴവുകളാണ് ഡിസ്റ്റോർഷൻസ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നതെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇനി മെയിൻ ആയിട്ടുള്ള 7 ഡിസ്റ്റോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ഡിസ്റ്റോർഷൻസ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഫിൽട്ടറിങ് എന്നുള്ളതാണ്. ഫിൽട്ടറിങ് എന്ന് നമ്മൾ മനസ്സിലാക്കിയേക്ക് വരുമ്പം തന്നെ നമുക്കറിയാം, ഫിൽട്ടറിങ് എന്ന് പറയുന്നത് എന്താണ്? അരിച്ചെടുക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ തന്നെ വേണേൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മീനിങ് വരുന്ന ഒരു ഡിസ്റ്റോർഷനാണ് ഫിൽട്ടറിങ് എന്നുള്ളത്. അതായത് നമ്മൾ ലൈഫിൽ ഈ ഒരു പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? മാഗ്നിഫൈങ് ലെൻസിൽ കൂടെ നോക്കുകയല്ലേ? ലെൻസിൽ കൂടെ നോക്കുന്നു. അതായത് ഒരു ലേഡി അവിടെ ചുറ്റിനും അത്രത്തോളം ഭംഗിയുള്ള പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് ഉണ്ട് എങ്കിൽ പോലും ആ ലേഡി ഫോക്കസ് ചെയ്യുന്ന എന്തിനെയാ ഫോക്കസ് ചെയ്യുന്നത്? അതിലുള്ള ഒരു മുള്ളിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫിൽട്ടറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെല്ലാം പോസിറ്റീവുകൾ ഉണ്ടായെങ്കിലും എവിടെയെങ്കിലും ചെറിയ ഒരു രീതിയിലുണ്ട് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ചിന്താ രീതിയാണ് ഫിൽട്ടറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുവാണെങ്കിൽ, ഇപ്പം ഇന്നത്തെ ഒരു സെഷൻ ഞാൻ ഇവിടെ കവർ ചെയ്തു, എല്ലാം ഫിനിഷായി, ഓക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഫിനിഷാക്കി. അതിനുശേഷം ഞാൻ ഫീഡ്ബാക്ക് ചോദിക്കുക. ഗ്രൂപ്പിൽ നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഫീഡ്ബാക്കുകളെല്ലാം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. പക്ഷെ ഞാൻ പേഴ്സണലി വന്ന് ചോദിക്കുകയാണ്, ചിലപ്പം എൻ്റെ സെഷൻസ് ഓക്കെ ആണോ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ, ക്ലാരിഫൈ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. അപ്പം നേരെ ജസ്റ്റ് സൂസൻ മാം പറയുക, ആണ് സാറേ ക്ലാസ് ഒക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ
ചെറിയ സ്പീഡ് കൂടുതലായിരുന്നു കേട്ടോ എന്ന് പറയാം. ബാക്കിയുള്ള എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. സൂസൻ മാം നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ സൂസൻ മാം ജസ്റ്റ് എൻ്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് പറഞ്ഞ ഒരു ഇമ്പ്രൂവ്മെന്റ് ഏരിയ എന്ന് പറയുന്നത് സ്പീഡ് കുറച്ചാൽ കൊള്ളാമെന്ന്. പക്ഷെ പിന്നീട് ഞാൻ എൻ്റെ മൈൻഡിൽ മൊത്തം ചിന്തിക്കുന്നതെന്ന് പറയുന്നത്, എന്നാലും സൂസൻ മാം അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലേ ഞാൻ എൻ്റെ സെഷൻസ് മോശമായിരുന്നോ, ഞാൻ അടിപൊളിയാക്കി എടുക്കാൻ പറ്റിയില്ലേ, എന്നാലേ എനിക്ക് അതിനുള്ള കഴിവില്ലായിരുന്നല്ലോ. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് മൊത്തവും ആ ഒരു നെഗറ്റീവിനെ മാത്രമായിരിക്കും. ഇതാണ് ഫിൽട്ടറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വേറെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊതുവെ വൈഫൊക്കെ ഹസ്ബൻഡിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അപ്പം കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ പോലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫുഡിന് ഒരു ജസ്റ്റ് ഒരു മോശം അഭിപ്രായം അല്ല, അതിന് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു കേട്ടോ, അല്ലെ അതിനകത്ത് ഇച്ചിരി മുളക് പൊടി കുറച്ചായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത് മൊത്തം ആ ഒരു നെഗറ്റീവിനെ മാത്രമായിരിക്കും. അത് പല ലൈഫിലും നമുക്ക് വരും. നമ്മൾ ചിലപ്പോൾ നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പുറത്തു പോകുമ്പോഴത്തേക്കും എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഒരാൾ പറയുക നിനക്ക് ഈ ഡ്രസ്സ് ചേരുന്നില്ല, പക്ഷെ മക്കൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷെ ആ ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ഫുള്ള് ചിന്തിക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. എനിക്ക് ആ ഡ്രസ്സ് ചേരില്ലല്ലേ, അല്ലെ എനിക്കത് ഓക്കെ അല്ല അല്ലേ, അങ്ങനെ പല രീതിയിലും നമ്മുടെ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇതേപോലെ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് നോക്കിയാലും ഈ ഫിൽട്ടറിങ് എന്നുള്ള ഒരു ചിന്താരീതി ചിന്തിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ഫിൽട്ടറിങ് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ ഫിൽട്ടറിങ്? യെസ് ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം. അടുത്ത ഇതിലേക്ക് പോവാം. അടുത്ത ഡിസ്റ്റോർഷൻസ് എന്ന് പറയുന്നത് പോളറൈസ്ഡ് തിങ്കിങ് അല്ലെങ്കിൽ ആൾ ഓർ നത്തിങ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റോർഷൻ ആണ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്. ഇതിനകത്ത് എന്താ നിങ്ങൾ കാണുന്ന പടം എന്താ? ഒരു സ്വിച്ച് അല്ലേ, ഒന്നെങ്കിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. സ്വിച്ചിന്റെ പ്രത്യേകത എന്താ? ഒന്നുകിൽ ഓൺ ആക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫ് ആക്കാൻ പറ്റും. താങ്ക് യു ഫൗസാർ. ഫൗസാർ അല്ലേ ആൻസർ പറഞ്ഞു? അതെ, സൗണ്ട് കേട്ടിട്ട് മനസ്സിലായി. ഓക്കെ, അതായത് സ്വിച്ചിന് ആകെ ഒറ്റ ഓപ്ഷൻസേ ഉള്ളൂ, ഒന്നുകിൽ ഓഫ് ആക്കുക അല്ലെങ്കിൽ ഓൺ ആക്കുക. അതിന്റെ സെൻട്രൽ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അത് തന്നെയാണ് ഈ ഒരു ഡിസ്റ്റോർഷൻസും. അതായത് ഒന്നുകിൽ എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഡയറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പം ജനുവരി 1-ാം തീയതി ഡയറ്റ് പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ റമദാൻ എല്ലാം ഞാൻ ഡയറ്റ് ഓക്കെ ആവും എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പ്ലാൻ ചെയ്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു 5-6 ദിവസത്തിന് ശേഷം നമ്മളൊരു ജസ്റ്റ് ഒരു പേസ്ട്രിയോട് ഒരു കേക്ക് കഴിക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഡയറ്റിന് എതിരായിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് വെച്ചോ. 1 ടൈം മാത്രമേ ഉള്ളൂ കേട്ടോ. ഉടനെ നമ്മൾ വിചാരിക്കുന്നു എനിക്ക് ഈ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് ഓക്കെ അല്ല, ഞാൻ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരാളല്ല. അവിടെ വെച്ചത് ചിലപ്പോൾ സ്റ്റോപ്പ് ആവും. ഇത് റിലേഷൻഷിപ്പിലും കൂടുതൽ വരും. പല ആൾക്കാരും ജസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരാൾ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്തിട്ട് എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവർ ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം അവരിൽ നിന്ന് ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം വിചാരിക്കും ഈ ആൾ എനിക്ക് ഓക്കെ അല്ല എന്നുള്ളൊരു രീതിയിൽ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ഇതുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ആകാം, വൈഫ് ആകാം, ഫ്രണ്ട്സ് ആവാം, കൊളീഗ്സ് ആകാം. നല്ല രീതിയിൽ അതവരെ റിലേഷൻ പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഏതെങ്കിലും ഒരു പ്രോബ്ലം മാത്രം അവരിൽ നിന്ന് ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ആ വ്യക്തി മോശപ്പെട്ട ഒരാളാണെന്ന് കണക്കാക്കുന്ന ഒരു രീതിയാണ് ഈ പോളറൈസ്ഡ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ നമുക്കിടയിലില്ലേ? ഇത് എക്സാമിലേക്ക് വരുവാണെങ്കിൽ വരും, ഇന്റർവ്യൂവിന് പോകുമ്പോൾ വരും. ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്ത് കഴിഞ്ഞിട്ട് അത് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നത്, ആ വ്യക്തികൾ വിചാരിക്കുന്നത് ഇനി എനിക്ക് ഇന്റർവ്യൂ ഒന്നും പാസ്സാവാൻ പറ്റില്ല, ഞാൻ ഇന്റർവ്യൂ പാസ്സാവാൻ പറ്റിയ ഒരാളല്ല എന്നുള്ളൊരു രീതിയിൽ. ഒന്നുകിൽ എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ല. അതാണ് ആൾ ഓർ നത്തിങ് എന്നുള്ളത്. ഇത് ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓവർ ജനറലൈസേഷൻ. ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു കൂടെ ഉണ്ടല്ലോ, ആ ഒരു കൊട്ടയിൽ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്പിൾസ് ഉണ്ട് അല്ലേ? ഡിഫറെന്റ് ടൈപ്സ് അല്ല, ഒരുപാട് ആപ്പിൾസ് ഉണ്ട്. ഈ ആപ്പിൾസിനകത്ത് ഒരു ആപ്പിള് കേടാണ്, പക്ഷെ ആ വ്യക്തി വിചാരിക്കും അത് മൊത്തവും കേടാണെന്നുള്ളത്. അതായത് ഏതെങ്കിലും ഒന്ന് ചീത്തയാണെങ്കിൽ മറ്റുള്ളതെല്ലാം അങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നത്. ഈ ഓവർ ജനറലൈസേഷൻ ജസ്റ്റ് നമുക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വരുന്നത്, ഞാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ഇന്റർവ്യൂവിന്റെ ഒരു എക്സാമ്പിൾ ഇതിലേക്ക് എടുക്കാം. ഒരു ഇന്റർവ്യൂവിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ഇന്റർവ്യൂവും ഞാൻ ഫെയിൽ ആകും എന്ന് വിചാരിക്കുന്ന ഒരു ചിന്താരീതിയും ഈ ഓവർ ജനറലൈസേഷനിൽ വരും. നമുക്ക് പൊതുവെ പറയുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊല്ലക്കാരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരുമില്ല അല്ലേ? ആരുമില്ല. കൊല്ലത്തുള്ള ആരുമില്ല? മലപ്പുറം, കോഴിക്കോട് ആ സൈഡിലുള്ള
മലപ്പുറം ഉണ്ട്, മലപ്പുറം. ആ, ഈ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ടല്ലോ സാർ, ഗൾഫിലുള്ളവരുണ്ട്. ഗൾഫിലുള്ളവരുണ്ടല്ലേ? ഏ ആ, അതെ. അല്ല സാർ എന്താ പറയാൻ വരുന്നത് എനിക്ക് അറിയാന്ന് പറയാനാ. സാറ് റൌഫ് സാറിന് മനസ്സിലായെന്ന് തോന്നുന്നു. അത് തന്നെ, അതായത് ആ, പൊതുവെ ഞങ്ങളെയൊക്കെ കൊല്ലം, ഞാൻ കൊല്ലമാണേ, അതുകൊണ്ട് തന്നെ എടുത്ത് പറയുന്നത്. നമ്മള് പൊതുവെ ഈ ഒരു പേരുണ്ട്, കൊല്ലക്കാരനെ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെ കൊല്ലക്കാരനെ കണ്ടു കഴിഞ്ഞാല് അങ്ങനെയൊക്കെ കുറെ ഇതൊക്കെ പറയും. അതായത് പഴഞ്ചൊല്ലുകളും കുറെ കോട്ടുകളൊക്കെ ഉണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ? തെക്കനെ കണ്ടാൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? തെക്കനെയും മൂർഖനെയും ഒരുമിച്ച് കണ്ടാൽ ആ അങ്ങനെയല്ലേ? ആ അതായത് എപ്പോഴോ എവിടെയോ ആരെങ്കിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാർ കാണുമായിരിക്കാം. പക്ഷെ അതിന്റെ പേരിൽ ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെയാണെന്ന് വിചാരിക്കുന്ന ഒരു കാറ്റഗറീസ് ഉണ്ട് അല്ലേ? ഇത് എൻ്റെ ആ ഒരു ഏരിയ വെച്ച് മാത്രം പറയല്ല. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഇവിടെ കമ്പനിയിൽ പറഞ്ഞു. ഇവിടെ മലപ്പുറം കത്തിയാണ് അധികം പറയാം. മലപ്പുറം കത്തി. കത്തി അല്ലേ? ഇത് ഇപ്പൊ ഞാൻ ജസ്റ്റ് അത് മാത്രമല്ല, ഇപ്പം നോക്കിക്കഴിഞ്ഞാല് നമുക്കറിയാം ഇപ്പം ഇല്ല പപ്പടത്തിന് പ്രശ്നം, അതുപോലെ തന്നെ പല സലാഡിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോഴത്തേക്കും ന്യൂസുകളിലൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തു കൊല്ലത്തുള്ളത്. അപ്പം നമ്മൾ മൊത്തത്തിൽ ആൾക്കാർ വിചാരിക്കും കൊല്ലം ഏരിയയിലുള്ളവരെല്ലാവരും ആ ഒരു കാറ്റഗറീസിലുള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പം അത് ഞാൻ അവിടെ ആയിരുന്നിട്ട് തന്നെ ഞാൻ പറയാം, ഞാൻ പൊതുവേ സൗദിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇവിടെ തന്നെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇത്. കൂടാതെ ഞാൻ വർക്ക് ചെയ്യുന്ന ഈ കമ്പനിയിൽ എനിക്ക് മുമ്പ് ഇരുന്ന എൻ്റെ പോസ്റ്റിൽ ഇരുന്ന ഒരാളെന്ന് പറയുന്നത് ഒരു മിസ്രി ആയിരുന്നു. മിസ്രി എന്ന് പറഞ്ഞാൽ ഈജിപ്തിലുള്ള ഒരാളായിരുന്നു. അപ്പൊ ആ പുള്ളി എൻ്റെ കമ്പനിയിലെ മുതലാളിയെ കുറച്ച് ക്യാഷൊക്കെ ഇതേപോലെ മോട്ടിച്ചോണ്ടൊക്കെ പോയി, മീൻസ് കട്ടോണ്ടൊക്കെ പോയി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പോയി കുറെ വർഷമായി. ഇപ്പോഴും ഏതെങ്കിലും ഒരു സ്റ്റാഫുകളെ ആ ഒരു പോസ്റ്റിലേക്കല്ല, ഏതെങ്കിലും ഒരു സ്റ്റാഫുകളെ നമ്മൾ ആ ഒരു കമ്പനിയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈജിപ്ഷ്യൻകാരനെ വേണ്ട എന്നാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത്. ഇത് പല ഏരിയകളിലുണ്ട്. അതായത് അവർ അത്രത്തുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ അത് രാജ്യത്തിന്റെ ആയിരിക്കാം, ചിലപ്പോൾ ഫാമിലിയെ പറയും, ചിലപ്പോൾ ഏതെങ്കിലും ഏരിയയെ പറയും, ചിലപ്പോൾ ഒരു വ്യക്തിയിലെ തന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീസൺസിൽ കാര്യത്തിന് മാത്രം എടുത്തു വെച്ചിട്ട് പറയും. അപ്പോൾ ഓവർ ജനറലൈസേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൊത്തത്തിനെയും അതേപോലെയാണ് എന്ന് വിലയിരുത്തുന്നതിന് ആണ് ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്. പല വ്യക്തികളും ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളും ഉണ്ട്. അപ്പം ഈ ഓവർ ജനറലൈസേഷൻ എന്താണെന്ന് ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്കൗണ്ട് ദ പോസിറ്റീവ്. ഈ ഡിസ്കൗണ്ടിങ് ദ പോസിറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഏതെങ്കിലുമൊക്കെ കുറെ നല്ല കാര്യം ചെയ്തു എന്നിരിക്കട്ടെ. ഇപ്പൊ ഈ ഒരു ക്ലാസ്സിന് തന്നെ വെച്ചിട്ട് എക്സാമ്പിൾ പറയാം. അപ്പൊ ഞാൻ ഈ ഒരു ക്ലാസ് നല്ല രീതിയിലൊക്കെ സെറ്റ് ആക്കി എല്ലാം ക്ലാസ് ഒക്കെ എടുത്തു, ജസ്റ്റ് പോയി. അതിനുശേഷം ഞാൻ ക്ലാസ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഓരോരുത്തരോടും ചോദിച്ചു. അപ്പോഴത്തേക്കും റൗസാർ പറയാണ്, നസാറെ ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ റൗസാറിന്റെ അടുത്ത് പറയാം, റൗസാറെ എന്തോ ഭാഗ്യത്തിനങ്ങ് സെറ്റ് ആയതാ, സാധാരണ ഇങ്ങനൊന്നും വരുന്നതൊന്നും അല്ല എന്നുള്ളൊരു രീതിയിൽ. അതായത് എൻ്റെ എഫർട്ടിനെ, എൻ്റെ സ്കില്ലിനെ, ഞാൻ എടുത്തിട്ടുള്ള പ്രിപ്പറേഷൻസിനെ ഒക്കെ ഞാൻ തന്നെ കുറച്ച് കാണുന്ന ഒരു ഡിസ്റ്റോർഷൻസ് ആണ് ഈ ഡിസ്കൗണ്ടിങ് ദ പോസിറ്റീവ് എന്ന് പറയുന്നത്. പല കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഫുഡ് വെക്കുമ്പം അത് ഉണ്ടാക്കിയിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ പറയും, എന്തോ ഭാഗ്യത്തിനങ്ങ് റെഡി ആയതാ. നമ്മളൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അത് നന്നായി കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നത് നന്നായി കഴിഞ്ഞാൽ, അങ്ങനെ ഓരോ കാര്യങ്ങളും, ഏതൊരു കാര്യവും നമ്മുടെ ലൈഫിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു സക്സസ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതി, അത് ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? അത് ശരിയല്ല. കാര്യം നമ്മുടെ എഫർട്ടുകളെ നമ്മൾ തന്നെ വാല്യൂ കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വാല്യൂ തരുമോ? ഇല്ല അല്ലേ? അപ്പൊ ഡിസ്കൗണ്ടിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത് നമുക്കുള്ള പോസിറ്റീവുകളെ നമ്മൾ തന്നെ കുറച്ച് കാണുന്ന ഒരു രീതിക്കാണ് എന്ന് മനസ്സിലാക്കാം. അപ്പം ഞാൻ നെക്സ്റ്റ് ഡിസ്റ്റോർഷൻസിലേക്ക് പോവാണ്. അടുത്തതായിട്ട് ജമ്പിങ് ടു കൺക്ലൂഷൻസ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ചിന്താ പെശകാണ് ജമ്പിങ് ടു കൺക്ലൂഷൻ എന്നുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പം നമുക്ക് ഏറ്റവും നേരിടുന്നത്, നമ്മൾ വാട്സപ്പിലൊക്കെ ജസ്റ്റ് ഒരാൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ മെസ്സേജ് ഒരു ബ്ലൂടിക്ക് വീണിട്ട് പോലും നമുക്ക് റീപ്ലൈ തരുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? അവന് ഞാൻ അയച്ചത് ഇഷ്ടപ്പെട്ടില്ലേ, അവൻ എന്നെ ഇഗ്നോർ ചെയ്യുവാണോ, എന്താണ് അവൻ എന്നെ ഇങ്ങനെ ഒഴിവാക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചു കൂട്ടും. പക്ഷെ അപ്പുറത്തിരിക്കുന്ന ആൾ ഏതെങ്കിലും ഒരു ബിസി ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് റിപ്ലൈ കൊടുക്കാം എന്ന് വെച്ചിട്ട് ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചായിരിക്കും, എന്തെങ്കിലും ഒരു ബിസിയിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അതൊന്നും വിചാരിക്കത്തില്ല. നമ്മൾ ചിന്തിച്ച് കാട് കയറും എന്നൊക്കെ പറയത്തില്ലേ?
അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരും. ഇതിപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ ഇത് പറഞ്ഞു. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരാളെ കാണുമ്പം ആദ്യമേ തന്നെ ഓ ഇയാൾക്ക് ഭയങ്കര ജാടയാണ്, ഇയാളോടൊന്നും സംസാരിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴായിരിക്കും ആളൊരു പാവമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. ആദ്യമേ അയാളെ നമ്മൾ അയാളുടെ ലുക്കൊക്കെ കണ്ട് നമ്മളങ്ങ് വിലയിരുത്തും. ചിലപ്പം പൊതുവെ ആദ്യം ഇച്ചിരി മിണ്ടാനൊക്കെ പ്രയാസമുള്ള ഒരാളായിരിക്കും. പക്ഷെ ആ സമയത്ത് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിക്കും, എന്തായിരിക്കും വിചാരിക്കുന്നത്, ഇയാൾക്ക് ഭയങ്കര ജാടയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ഒന്ന് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പം അയാൾ വെറും പാവമാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളോട് നല്ല അടുപ്പം കാണിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരില്ലേ? നമുക്കങ്ങനെ വന്നിട്ടില്ലേ? ഏ ഉണ്ട് 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 കാണാറുള്ളതാ. പിന്നെ ആ പിന്നെ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇതിനകത്ത് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ പ്രശ്നമുണ്ട്. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഒരു അടുപ്പം കാണിച്ചിട്ട് അവരോട് എന്തോ ചെയ്യും, ഉള്ള കാര്യങ്ങളെല്ലാം പോയി തുറന്നു പറയും. എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഇയാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ്, അപ്പൊ എന്റെ പ്രശ്നങ്ങളൊക്കെ ഇയാളോട് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പോയി തുറന്നു പറയും. തുറന്നു പറഞ്ഞ ഒരു 10-15 അല്ലെങ്കിൽ ഒരു മാസമോ 2 മാസമോ കഴിഞ്ഞിട്ടായിരിക്കും വരയ്ക്കുന്നത്, ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണോ എനിക്ക് ഇയാളോട് ഇതെല്ലാം തുറന്നു പറയാൻ തോന്നിയത്, അല്ലെങ്കിൽ അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് സാധാരണ വരും. അപ്പം ഒരാളെ നമ്മൾ വിലയിരുത്തുന്നത് അയാളുടെ ഡ്രസ്സിങ്ങിന്റെയോ അയാളുടെ ആദ്യത്തെ ഇടപെടുന്ന രീതി കൊണ്ടോ ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പം പല സിറ്റുവേഷൻസിൽ വരാം, വ്യക്തികളെ മാത്രമല്ല പല രീതിയിലുള്ള സിറ്റുവേഷൻസും ഈ ജമ്പിങ് ടു കൺക്ലൂഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അതെന്താ ചെയ്യേണ്ടത്, ആദ്യം ഓരോ ആൾക്കാരെയും കൺക്ലൂഷൻ ചെയ്യുന്നതിന് മുമ്പ് അവരോടൊപ്പം കുറച്ച് സമയം ഒന്ന് ചെലവിട്ട് അവരുടെ ഓരോ അവരുടെ ഇന്ററാക്ഷൻസ് ഒക്കെ നോക്കി അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ നോക്കിയിട്ട് നമുക്ക് പറ്റുന്ന ആളാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റോ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മെസ്സേജിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ വഴി വെച്ച് കാണുമ്പോൾ ചിലപ്പോൾ അവർ നമ്മളെ കണ്ടിട്ടും വലിയ മൈൻഡ് ചെയ്തില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ആ വ്യക്തി എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാത്തത്, ഞാൻ എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ അയാളോട് പെരുമാറിയോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതും ഈ ഒരു ജമ്പിങ് ടു കൺക്ലൂഷന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ നമ്മൾ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നോക്കുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മൈൻഡിലൂടെ നമ്മൾ ചിന്തിക്കുക, അതിലൂടെ ചിന്തിച്ചതിന് ശേഷം നമ്മൾ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ ഒരു ടൈപ്പ് ഡിസ്ട്രോഷൻസ് ഉള്ള ആൾക്കാർ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മൾ 7th നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാറ്റസ്ട്രോഫൈസിങ്. ഇത് നമുക്ക് പോരാ, നമ്മൾ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും നമ്മൾ അതിനെ പർവ്വതീകരിച്ച് കാണുന്ന ഒരു സിറ്റുവേഷൻ വരും അല്ലേ? ചെറിയൊരു പ്രശ്നമേ കാണത്തുള്ളൂ, പക്ഷെ നമ്മൾ തന്നെ മനസ്സിലിട്ട് അതിനെ വലിയൊരു പ്രോബ്ലം ആക്കി മാറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ചെറിയൊരു തലവേദന വന്നു, അല്ലെ തല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുടി ഇരുന്ന സമയത്ത് ഒരു ചെറിയൊരു മുഴയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഉടനെ നമ്മൾ ചിന്തിച്ചു കൂട്ടുവാണ്, ഇതെനിക്ക് ക്യാൻസർ ആണ്, എനിക്ക് മാറാ രോഗമാണ്, എനിക്ക് എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് വലിയ പ്രോബ്ലം ആണ്, എനിക്ക് പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ ചെറിയൊരു നെഞ്ചുവേന വന്നു, വല്ല ഗ്യാസിന്റെ പ്രശ്നം കൊണ്ട് വന്നതായിരിക്കാം. ഉടനെ നമ്മൾ വിചാരിക്കുവാണ് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ പോവാണ്, എനിക്ക് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് മെന്റലി വലിയ പ്രോബ്ലംസ് ആണ്, ഫിസിക്കലി ഞാൻ ഓക്കെ അല്ല എന്നുള്ളൊരു രീതിയിൽ ചിന്തിക്കുന്ന പല രീതിയിലുള്ള പ്രോബ്ലംസും ഈ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആൾക്കാർക്ക് അത് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇത്, ഈ കാറ്റസ്ട്രോഫൈസിങ് എന്നുള്ളത്. ചെറിയൊരു കാര്യത്തെ പോലും വലിയ രീതിയിൽ കാണുന്ന ഒരു രീതിയാണ്. പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചിലപ്പം നമ്മുടെ സ്കൂളിൽ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു 5-10 മിനിറ്റോ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ പേടിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അയ്യോ അവർക്ക് എന്തെങ്കിലും പറ്റുമോ, എന്തെങ്കിലും ആക്സിഡന്റ് പറ്റുമോ, എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു ചിന്താരീതിയാ. ചെറിയൊരു കാര്യമായിരിക്കും, ചിലപ്പോൾ ഒരു 5 മിനിറ്റല്ലേ ലേറ്റ് ആയുള്ളൂ, നമുക്ക് നോക്കാം, ചിലപ്പോൾ ബസ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വിടാൻ 5 മിനിറ്റ് ലേറ്റ് ആയി കാണും, അല്ലെങ്കിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് കാണും, അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ നമ്മൾ ആ ഒരു നിശ്ചിത സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പൊതുവെ നടക്കുന്ന കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നമ്മൾ അതിനെ വലിയ രീതിയിൽ പർവ്വതീകരിച്ചിട്ട് വലിയ പ്രോബ്ലം ആക്കി മാറ്റുന്ന ഒരു രീതിക്കാണ് ഈ കാറ്റസ്ട്രോഫൈസിങ് എന്ന് പറയുന്നത്. അപ്പം അത് ക്ലിയർ ആണല്ലോ. ഇനി ഏറ്റവും അവസാനത്തെയും ലാസ്റ്റത്തെയും നമുക്ക് നോക്കാൻ പോകുന്നതാണ് പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ഈ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാല് ലോകത്തെവിടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം നടന്നാൽ അത് ഞാൻ കാരണമാണ് അല്ലെങ്കിൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് എന്നുള്ളൊരു രീതി. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് പിക്ചറിൽ എന്താണ് കാണുന്നത് സൂസൻ മാം? ആദ്യത്തെ പിക്ചറിൽ മൈക്ക് ഒരാൾ ഇരുന്ന് ചിന്തിക്കുന്നു, മറ്റേയാള് ആ നിന്നോണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കുക.
ഇന്നോട്ട് ചിന്തി അതായത് ഈ ഇരുന്ന് ചിന്തിക്കുന്ന ആള് എന്തോ ഒരു കാര്യത്തിൽ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ്, അയാളുടെ എന്തോ ഒരു പ്രോബ്ലത്തിൽ. പക്ഷെ മറ്റേ ആൾ വിചാരിക്കുകയാണ്, ഞാൻ അവനോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ, അതുകൊണ്ടാണോ അയാൾ ഇങ്ങനെ ഇരിക്കുന്നത്. ചിലപ്പോൾ അയാളുടെ ഫാമിലിയിലെ പ്രോബ്ലം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജോബ് സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള പ്രോബ്ലംസ് കൊണ്ടായിരിക്കും അവർ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. പക്ഷെ ഇയാൾ വിചാരിക്കുന്നത് ഞാൻ കാരണമാണോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ടിരിക്കും. രണ്ടാമത്തെ പിക്ചറിൽ നമ്മൾ നോക്കിയാൽ ഒന്നുകൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു ഒരു ഗോൾ അല്ലെ, ഒരു ലോകത്തിന്റെ ഒരു മാപ്പ് ഫുള്ള് ഗോൾ എടുത്തിട്ട് ചുമന്നിരിക്കുന്ന ഒരു ലേഡി. അതായത് ലോകത്തിലെ സകല പ്രശ്നങ്ങളും ചുമന്നിരിക്കുന്ന ഒരു ലേഡിയെ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് എന്ത് പുറത്ത് നടന്നാലും അതിനെല്ലാം കാരണക്കാരി അല്ലെ കാരണക്കാരൻ ഞാനാണെന്ന് വിചാരിക്കുന്നത്. ഇത് നമ്മൾ വേറൊരു എക്സാമ്പിൾ ഇതിന് പറയുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്ത് പോകുന്ന സമയത്ത് വലിയ മഴ വന്നു. വലിയ മഴ വന്ന് പ്രശ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുകയാണ്, ഞാൻ ഉള്ളത് കൊണ്ടാണ് ഈ മഴ പെയ്തത്, എന്നെ എവിടെ കൊണ്ടുപോയാലും അത് നശിക്കേ ആകത്തുള്ളൂ, മോശപ്പെട്ട സിറ്റുവേഷനിലായിരിക്കത്തുള്ളൂ, ഞാൻ എവിടെ പോയാലും ഇത് തന്നെയാണ്, ഞാൻ കാരണം മറ്റുള്ളവർക്ക് കൂടെ പ്രശ്നമായി എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ. ഇപ്പം കൊറോണ വന്ന സമയത്ത് പോലും ആൾക്കാർ വിചാരിക്കും, അയ്യോ കൊറോണ വന്നത് ഞാൻ കാരണമാണ്, ഞാൻ എന്തൊക്കെയോ പ്രശ്നം എൻ്റെ ഭാഗത്തുള്ളത് കൊണ്ടാണ് കൊറോണ വന്നത്. ഇപ്പം ചില ആൾക്കാർ നാട്ടിൽ നിന്നിട്ട് ഒറ്റയടിക്ക് നേരെ കയറി ഗൾഫിലൊക്കെ വരും. ആ ഗൾഫിൽ വരുന്ന സമയത്തായിരിക്കും ഇപ്പോൾ ഇവിടെ നടക്കുന്ന യുദ്ധമൊക്കെ നടക്കുന്നത്. അപ്പോൾ വിചാരിക്കും ഇതുവരെ ഇവിടെ ഒരു പ്രശ്നവും കാണത്തില്ല, ഇപ്പൊ ഇല്ലായിരുന്നു, ഞാൻ ഈ നാട്ടിൽ കാലുകുത്തിയപ്പോഴാണ് ഇവിടെ യുദ്ധം തുടങ്ങിയത്, അപ്പൊ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ യുദ്ധം, മഴ, ഈ കൊറോണ ഇതെന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ മാത്രം ഉൾപ്പെടുന്ന ഒരു കാര്യമാണോ? ആണോ? അല്ല അല്ല, ആ. അല്ല, തീർച്ചയായിട്ടും അല്ല. ആ ചില ആൾക്കാരുണ്ട് ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിലോട്ടൊക്കെ പോകുമ്പം അതുവരെ ഭർത്താവിന്റെ വീട്ടിൽ വല്ല ഭർത്താവിനും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ലൈഫായിരിക്കും മുന്നോട്ട് പോകുന്നത്, സാമ്പത്തികമായിട്ടോ ജോലിയോ സംബന്ധമായിട്ടൊക്കെ. പക്ഷെ ഈ വ്യക്തിയെ കല്യാണം കഴിച്ചതിന് ശേഷം ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാരണത്താൽ ഒരു പ്രോബ്ലം വന്ന് കാണുമായിരിക്കും. ഉടനെ വിചാരിക്കുകയാണ്, എന്നെ കെട്ടിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു പ്രോബ്ലം വന്നത്, ഞാനില്ലായിരുന്നു എങ്കിൽ ആ വ്യക്തിക്ക് ഈ ഒരു പ്രശ്നമൊന്നും വരത്തില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട്, പല ആൾക്കാരും ഉണ്ട്. നമ്മൾ ചില ആൾക്കാരെയൊക്കെ, ഞാൻ ഇപ്പൊ പേരെടുത്ത് പറയുന്നില്ല, നമ്മൾ പറയും മാൻഡ്രേക്ക് എന്നൊക്കെ പറയും അല്ലേ, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഉടനെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന അറിയും. അതൊക്കെ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഈ പേഴ്സണലൈസേഷൻസ് ആണ്. എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അത് നമ്മുടെ അതിനേലെ ആയിരിക്കത്തില്ല, നമ്മുടെ അണ്ടർ കൺട്രോളിലായിരിക്കില്ല. അത് ഒരിക്കലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമോ നമ്മളുള്ളത് കൊണ്ടോ ആയിരിക്കില്ല. പക്ഷെ ഇതെല്ലാം നമ്മൾ ഉള്ളത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു കാര്യത്തെയാണ് ഈ പേഴ്സണലൈസേഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ. ഓക്കെ. അപ്പം ഇന്ന് ഇതുവരെ നമ്മൾ നോക്കിയിട്ടുള്ള ഈ ഒരു 7 ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷൻസ് ആണ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? ഞാൻ ഒന്നുകൂടെ ആദ്യം പോലെ ഒന്ന് റിവ്യൂ പറഞ്ഞു പോവാം. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കി, ചിന്തയിൽ ഉണ്ടാവുന്ന പിഴവുകളെയാണ് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ചിന്ത അത്യന്താപേക്ഷിതമാണ്. അതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനെ ബാധിക്കും, നമ്മുടെ മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കും. ഇതൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾക്ക് ആങ്സൈറ്റി ഉണ്ടാകും, നമുക്ക് സ്ട്രെസ് ഉണ്ടാവും, നമ്മളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒക്കെ മെയിൻ കാരണം ഈ ഡിസ്റ്റോർഷൻസ് ആണ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ആണ്. ഈ പ്രശ്നങ്ങളെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഡിസ്റ്റോർഷൻസ് ഉണ്ട്. നമുക്ക് ഒരു കൗൺസിലറിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ കൗൺസിലർ ആയാലും ശരി, തെറാപ്പിസ്റ്റ് ആയാലും ശരി, അവരുടെ അടുത്തോട്ട് ചെല്ലുമ്പം അവർ ആദ്യം നോക്കുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, അതെന്താണെന്ന് നമ്മൾ നോക്കുന്നത് ചിന്തയിലൂടെ. ഈ വ്യക്തി ചിന്തിക്കുന്ന രീതി എന്താണ്, ആ ചിന്തകളെ നോക്കിയതിന് ശേഷം നമുക്ക് ഈ ചിന്തയും എപ്പോഴും നമ്മൾ ഇപ്പോൾ CBT എന്ന് പറയുന്ന ഒരു തെറാപ്പി മെയിനായിട്ടും ഈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിന് കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു തെറാപ്പിയാണ് CBT എന്ന് പറയുന്നത്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. അതെന്താണെന്ന് വെച്ചാൽ എപ്പോഴും കൊഗ്നിഷൻ, അതായത് നമ്മുടെ ചിന്തയും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസും അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സും പിന്നെ നമ്മുടെ ബിഹേവിയറും നമ്മുടെ ആക്ഷൻസ് ഇതൊക്കെ അണ്ടർ കൺട്രോളാണ്, ഇതെല്ലാം ഇന്റർ കണക്ഷനാണ്. അപ്പൊ ഈ കണക്ഷനെ നമ്മുടെ ചിന്ത പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ അത് ബാധിക്കും. ഇമോഷൻസ് പ്രോപ്പർ അല്ലെങ്കിൽ പിന്നെ അത് എങ്ങോട്ടാ പോകുന്നത്? ഇമോഷൻസ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ പിന്നെ എങ്ങോട്ട് പോകും? നമ്മുടെ ബിഹേവിയറിലോട്ട് പോകും അല്ലേ, നമ്മുടെ പെരുമാറ്റത്തിൽ പോകും അല്ലേ. ഇമോഷൻസ് ഓക്കെ അല്ലെങ്കിൽ നമ്മളെ പെരുമാറ്റത്തിലോട്ട് പോകും അല്ലേ. ആ പെരുമാറ്റത്തിലോട്ട് പോകുന്നതിന്റെ ഒക്കെ മെയിൻ ഫോക്കസ് എവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ചിന്തയിൽ നിന്നാണ്. അപ്പം ആദ്യം നമുക്ക് എന്ത് മാറ്റാം? ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു ഇമോഷൻസ് ആവും.
ഇപ്പൊ എക്സാമ്പിൾ ഒരു എക്സാം എഴുതാൻ പോകുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ആദ്യത്തെ ഒരു പേപ്പർ എടുത്തിട്ട് ഫസ്റ്റിലത്തെ ഒരു പേപ്പർ നോക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയത്തില്ല, ഇവ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയത്തില്ല. അപ്പോഴത്തേക്ക് ആ കുട്ടി വിചാരിക്കുക ഈ എക്സാം ഫെയിലർ ആയി, എനിക്കിനി എക്സാം എഴുതാൻ പറ്റില്ല. ഇത് ഏത് ഡിസ്റ്റോർഷൻസിനകത്താണ് വരുന്നത്? ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് വന്നപ്പോഴത്തേക്കും അറിയാതെ വന്നപ്പോഴത്തേക്കും കുട്ടിയുടെ ചിന്തയിൽ മനസ്സിലേക്ക് വന്നതാണ് ഈ എക്സാം ഞാൻ എന്നെ കൊണ്ട് എഴുതാൻ പറ്റില്ല, എനിക്ക് ഈ എക്സാം പാസ്സാക്കാൻ പറ്റില്ല എന്ന്. അത് ഏത് ഡിസ്റ്റോർഷൻസിനകത്താണ് വരുന്നത്? തെറ്റിക്കോട്ടെ, പറഞ്ഞു. Filtering, sir. കേട്ടില്ല. Over ഇതെല്ലാം generalization. ഹലോ, Over generalization. ഓവർ ജനറലൈസേഷൻ. ആ ആ ഒന്ന് പോയാൽ എല്ലാം അങ്ങനെ പറയാം. വേറെ ആരെങ്കിലും എന്തെങ്കിലും ആൻസർ പറഞ്ഞോ? Filtering, sir. കേട്ടില്ല. ചന്ദ്രമോഹൻ Polarized thinking. പോളറൈസ്ഡ് തിങ്കിങ്. അത് നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ രീതിയിലും ഓരോ ഡിസ്റ്റോർഷൻസിനെയും അത് നിങ്ങൾ ചിന്തിക്കുന്ന രീതി നോക്കുമ്പോൾ അത് ഒരു പക്ഷേ ശരിയായിരിക്കാം. ചിലപ്പോൾ ഒന്നിനോട് കണക്റ്റഡും ആയിരിക്കും. ഇപ്പോൾ പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ല. ആ ആൻസർ പറഞ്ഞ വ്യക്തി ചിന്തിക്കും ഈ രണ്ട് ആൻസർ എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഇനി ഒന്നും എനിക്ക് പറ്റില്ല എന്നുള്ളതായിരിക്കും അവർ ചിലപ്പോൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു രണ്ട് ആൻസർ അറിയത്തില്ല. അപ്പൊ കുട്ടിയുടെ പെരുമാറ്റം എങ്ങോട്ട് പോയി, ബിഹേവിയർ എങ്ങോട്ടാണ് പോകുന്നത്? രണ്ട് ആൻസർ എനിക്കറിയില്ല. അപ്പൊ എന്തോ വിചാരിക്കും, എനിക്കിനി ഒന്നും അറിയത്തില്ല, ഇനി ഈ എക്സാം എനിക്ക് പാസ്സാവാൻ പറ്റില്ല. അപ്പൊ ഒന്നുകിൽ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോലും തോന്നില്ല, ചിലപ്പോൾ വിറയൽ വരും. അവിടെ ഇമോഷൻസ് എന്താ വരുന്നത്? ഏത് ടൈപ്പിലുള്ള ഇമോഷൻസ് ആയിരിക്കും വരുന്നത്? ഫിയർ വരാം, Fear. സ്ട്രെസ് വരും. പറഞ്ഞോളൂ. I can't do it. അപ്പം അപ്പൊ അങ്ങനെ ഐ കാൻ ഡു ഇറ്റ്, എനിക്കിത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഫിയർ വരും, സ്ട്രെസ് വരും, ചിലപ്പോൾ ആങ്സൈറ്റി വരും, പലതരത്തിലുള്ള ഇമോഷൻസ് വരും. ആ ഇമോഷൻസ് വെച്ചിട്ട് നമുക്ക് വരുന്ന ബിഹേവിയർ ആക്ഷൻസ് ആണ് ചിലപ്പം അവിടെ ഇരുന്ന് വിറയൽ വരും, അല്ലെന്നുണ്ടെങ്കിൽ ആകെ പാനിക് ആവും, ഭയങ്കര പ്രോബ്ലംസ് വരും, ശരീരത്തിന് ചിലപ്പോൾ ആ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി പോകാൻ വരെ കാരണമാകും. അങ്ങനെയുള്ള ചിലപ്പോൾ മറ്റുള്ള അടുത്തിരിക്കുന്ന ആൾക്കാരെയൊക്കെ ജസ്റ്റ് ഇടവിട്ട് നോക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രോബ്ലംസ് ആ കൊച്ചിന് അവിടെ വരും. അതേസമയം ഈ കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ആ ചിന്തയിൽ നമ്മൾ മാറ്റം വരുത്തും. ഫസ്റ്റ് എക്സാം അറിയില്ല, കുഴപ്പമില്ല. രണ്ടാമത് ഓക്കെ, ക്വസ്റ്റ്യൻ അറിയില്ല, ഇനി വിഷയമില്ല, എനിക്ക് ഇനി എക്സാം ക്വസ്റ്റ്യൻസ് കിടക്കുവാണ്, അപ്പൊ എനിക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം, നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാം. അങ്ങനെ എനിക്ക് എക്സാമിന് നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ പറ്റുന്ന മറ്റുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ എഴുതാം, എനിക്ക് പാസ്സാക്കാൻ പറ്റാം. എനിക്ക് ഇനി അടുത്ത എക്സാമിന് ഇതേപോലെ ഈ ഒരു പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ നെക്സ്റ്റ് എക്സാമിന് ആ ഒരു പ്രശ്നം പരിഹരിക്കും എന്നുള്ള രീതിയിൽ ചിന്തയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ഈ വ്യക്തി അല്ലെങ്കിൽ കുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആയിക്കോട്ടെ, അവർ നേരിടുന്ന കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കിയത് ഫിൽട്ടറിങ്. ആ ഫിൽട്ടറിങ് എന്ന് പറയുന്നത് ഒന്നുകൂടെ ജസ്റ്റ് ഓടിച്ചിട്ട് പോവാണേ. ഫിൽട്ടറിങ് എന്ന് പറയുന്നത് നമ്മൾ കുറേ അധികം പോസിറ്റീവ്സ് ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയാണ് ഫിൽട്ടറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പോളറൈസ്ഡ് തിങ്കിങ് അല്ലെങ്കിൽ ആൾ ഓർ നത്തിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നും പറയാറുണ്ട്. ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് എന്ന് പറയാറുണ്ട്. ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, അതായത് ഒന്നുകിൽ എല്ലാം ഉണ്ട് അല്ലെങ്കിൽ ഒന്നുമില്ല. ആ ഒരു തിങ്കിങ് സ്റ്റൈലാണ് പോളറൈസ്ഡ് തിങ്കിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തത് ഓവർ ജനറലൈസേഷൻ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അടിസ്ഥാനത്തിന് ഒരു കാര്യത്തിന്റെ അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഇതിന്റെ പേരിൽ മൊത്തവും അങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നതിനെയാണ് ഓവർ ജനറലൈസേഷൻ എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഡിസ്കൗണ്ടിങ് ദ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മൾക്കുണ്ടാവുന്ന ഏതെങ്കിലും ഒരു കഴിവുകൾ, എന്തെങ്കിലും ഒരു കാര്യങ്ങളിനെ കുറച്ച് കാണിക്കുന്നതിനാണ് ഡിസ്കൗണ്ടിങ് ദ പോസിറ്റീവ് എന്ന് പറയുന്നത്. നമുക്കാകാം, മറ്റുള്ളവരിലാവാം കേട്ടോ. ഇനി ജമ്പിങ് ടു കൺക്ലൂഷൻസ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ മുൻവിധി എന്നൊക്കെ നമ്മൾ ജസ്റ്റ് പച്ച മലയാളത്തിൽ പറയും അല്ലേ. ആദ്യമേ തന്നെ നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തിച്ചു തീരുന്ന ഒരു രീതിക്കാണ് ജമ്പിങ് ടു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കാറ്റാസ്ട്രോഫൈസിങ്, ചെറിയൊരു കാര്യത്തെ പോലും പർവ്വതീകരിച്ചിട്ട് കാണുന്ന രീതിയാണ് ഈ ഒരു തിങ്കിങ് സ്റ്റൈൽ. ആൻഡ് ലാസ്റ്റത്തെ എന്ന് പറയുന്നത് പേഴ്സണലൈസേഷൻ. ലോകത്ത് എന്ത് കാര്യം നടന്നാലും അത് നമ്മുടെ അണ്ടർ കൺട്രോളിലല്ലാത്ത ഏതൊരു കാര്യം നടന്നാലും അതിനെ കാരണക്കാരൻ ഞാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രീതിയാണ് പേഴ്സണലൈസേഷൻ. അപ്പം 7 കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി. ഇനി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ അതും ആഡ് ഓൺ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും അനുഭവങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതിനും നമുക്ക് ഇവിടെ സംസാരിക്കാം. അതിന് വേണ്ടിയിട്ട്
ഞാൻ ഓഡിയൻസ് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ പറയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ, ഞാനിവിടെ സാർ പറഞ്ഞപ്പോൾ ഇവിടെ എഴുതി വെച്ചത് ഓവർ ജനറലൈസേഷൻ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ശരിയാണോ? എന്തോ ഓവർ ജനറലൈസേഷൻ എന്ന് പറയുന്നത്? പാസ്റ്റ് എക്സ്പീരിയൻസ് മൂലമാണ് ഉണ്ടാവുന്നത് എന്ന് എഴുതി ഈ വെച്ചിട്ടുള്ളത്. ഈ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുപക്ഷെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് വരാവുന്നതാണ്. ചിലപ്പം ഈ പ്രത്യേകിച്ച് താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഓവർ ജനറലൈസേഷൻ, അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഓണർ നേരത്തെ ഒരു എക്സ്പീരിയൻസിന്റെ പേരിൽ, അദ്ദേഹം നേരിട്ട ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇനി അവിടെ ഉള്ള ആൾക്കാരെ, അതായത് ഈജിപ്തിലുള്ള ഒരു സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ്, അവരെ എനിക്ക് എൻ്റെ കമ്പനിയിലേക്ക് എടുത്താൽ അവർ ഇനിയും എന്നെ പറ്റിക്കും, അല്ലെ എൻ്റെ കമ്പനിയിൽ ഇനിയും മോശപ്പെട്ട രീതിയിലായിരിക്കും അവർ പെരുമാറുന്നതെന്ന രീതി, അല്ലെ? അത് അയാളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയതല്ലേ? യെസ് യെസ്. അതേപോലെ തന്നെ ഇന്റർവ്യൂവിന്റെ കേസ് പറയാമല്ലോ. ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പാസ്സായി ഫെയിലായി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇനി ഒരു ഇന്റർവ്യൂവിന് പോവാത്ത രീതി, അതൊരു ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയതല്ലേ? ചിലപ്പോൾ നമ്മളിൽ നിന്ന് തന്നെയുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ കണ്ണിലൂടെ കാണുന്ന, അല്ലെ നമ്മളുടെ ചുറ്റിനും നടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം കൊണ്ടാകാം. അതാണ് ഞാൻ പറഞ്ഞത്, കൊല്ലക്കാരുടെ കാര്യം എടുത്ത് സൂചിപ്പിച്ചത്. അതായത് കൊല്ലത്തുള്ളവർ, ഇപ്പൊ ഈ കൂട്ടത്തിൽ ചിലപ്പം പേരെടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം നേരിട്ട് കാണത്തില്ല, പക്ഷെ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ വഴി നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അവിടെ അങ്ങനെയാണ്, ചിലപ്പോൾ ഓക്കെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന രാജ്യത്ത് ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ ഓരോ കേസും നമ്മൾ കേൾക്കുന്നില്ലേ? അതൊക്കെ കൊല്ലംകാരാണ് നമ്മൾ ഏറ്റവും തന്നെ ശുദ്ധമായ ഭാഷ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളത്. ഓ, എന്താണ് ഒന്നുകൂടെ സൂചിപ്പിക്കാൻ കേട്ടില്ല. കൊല്ലംകാരാണ് ശുദ്ധമായ ഭാഷ സംസാരിക്കുന്നത് കേട്ടിട്ടുള്ളത്, ചെറുപ്പത്തിൽ കേട്ടിട്ടുള്ളത്. താങ്ക് യു. എല്ലാ നാടിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. സാർ, എല്ലാ പിന്നില്ലേ ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള മടിക്ക് എന്താ പറയാ? ഏതുതരം ഡിസ്റ്റോർഷൻ ആയിട്ട് വരാം? ഒരു കാര്യം റെസ്പോൺസിബിലിറ്റി. അതിന് എന്ത് റീസൺ കൊണ്ടായിരിക്കും? എന്ത് റീസൺ കൊണ്ട് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത, ഓവറോൾ എല്ലാ കാര്യത്തിലും റെസ്പോൺസിബിലിറ്റി എടുക്കാത്ത നമ്മളെ ആളാണ് എക്സ്പോസ് ചെയ്യുമെന്നുള്ളൊരു പേടി ഉണ്ടാവില്ലേ? നമ്മളെ നമുക്ക് കൂടുതൽ വിലയിരുത്തുന്നത്. റെസ്പോൺസിബിലിറ്റി നമ്മളിപ്പോ ഒരു കാര്യത്തില് അത് കടന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടും, പിന്നീട് ഭാവിയിൽ റെസ്പോൺസിബിലിറ്റി കുറെ അതിനെ കൂടാൻ നമുക്ക് ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ജമ്പിങ് ടു കൺക്ലൂഷനിലാക്കാം. അതായത് ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചപ്പോഴേ ആദ്യമേ ഇങ്ങനെ വരത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലേക്ക് പോകത്തില്ല എന്ന് ചിന്തിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആദ്യമേ തന്നെ മുൻവിധിക്കുക, അത് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതെനിക്ക് പ്രോബ്ലം ആവും. ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഒരാൾ പറയുക, ഈ ഒരു വർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുമോ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ ആദ്യമേ നമ്മൾ വിചാരിക്കും, ഈ ഒരു കാര്യം ഞാൻ അയാൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഇതേപോലെ അയാൾ എനിക്ക് ആവശ്യപ്പെടും, അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ എക്സ്ട്രാ വർക്ക് ചെയ്യണമെന്ന് നമ്മുടെ കമ്പനിയുടെ മാനേജർ ആവശ്യപ്പെട്ടാൽ, ഇന്നൊരു ദിവസം ഞാൻ ഇരുന്നാൽ ഇനിയും അദ്ദേഹം ഇതേപോലെ ആവശ്യപ്പെടും. ചിലപ്പോൾ ഒരു സൺഡേ ഹോളിഡേ ആയിട്ടുള്ള ഒരു സൺഡേ നമുക്കൊന്ന് വർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സൺഡേ ഞാൻ പോയി കഴിഞ്ഞാൽ ഇനിയുള്ള പല സൺഡേകളിലും അദ്ദേഹം എന്നെ ഇതേപോലെ വിളിക്കും. ഇതൊക്കെ ജമ്പിങ് ടു കൺക്ലൂഷൻ. നടക്കുന്നില്ല, പക്ഷെ അതിന് മുമ്പേ അങ്ങനെ ആണ് എന്ന് നമ്മൾ വിലയിരുത്തുന്ന ഒരു രീതി. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് അനസ്. ഗുഡ് മോർണിംഗ് സൂസൻ മാം. യെസ്, വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്നൊക്കെ പറയത്തില്ലേ, ഒരു ക്യാപ്സ്യൂൾ ആക്കി വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒത്തിരി തരം കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഉണ്ട്. അതിൽ 7 എണ്ണം സെലക്ട് ചെയ്ത് അതിനെപ്പറ്റി വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും പറഞ്ഞു തന്നു. അത് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് സമ്മറൈസ് ചെയ്തപ്പോഴത്തേന് നല്ല രീതിയിൽ അത് മനസ്സിൽ പതിയത്ത പോലെ. പിന്നെ ഇത് ജസ്റ്റ് ലൈക്ക് യു സെഡ്, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. അപ്പൊ ഈ ഓരോ കാറ്റഗറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം നമ്മൾ വിചാരിക്കും ഇത് ഇന്നത് കൊണ്ടാണെന്നുള്ളത് ചിന്തിച്ചാലും ചിലപ്പോൾ അതായിരിക്കില്ല, അവർ ചിന്തിക്കുന്ന വേറൊരു രീതിയിലായിരിക്കും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് വരും ചിലതിന്, ഇപ്പൊ ഓവർ ജനറലൈസേഷനും ഓൾ ഓർ നത്തിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ബട്ട് എനിവേ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. കാരണം അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണല്ലോ നമുക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്നത്. പിന്നെ വേറൊരെണ്ണം ഉണ്ടല്ലോ, ഓവർ തിങ്കിങ്. ഒത്തിരി കോമൺ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമല്ലേ ഓവർ തിങ്കിങ്. മിക്ക ആൾക്കാർക്കും അവരെ വല്ലാതെ ബോധർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓവർ തിങ്കിങ്. പിന്നെ ഒരു തെറ്റുണ്ടെങ്കിൽ അത് മാത്രമേ കാണത്തുള്ളൂ എന്ന് പറയുന്നതിന് നമ്മളൊരു ഇത് എക്സാമ്പിൾ പറയാമല്ലോ. നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിലൊരു ഒരു മാർക്ക് ഉണ്ടെങ്കിൽ
അതിന്റെ ബാക്കി 99.9% അത് കറക്റ്റ് നല്ല പേപ്പറാണ്. പക്ഷെ അതിലൊരു ചെറിയ പൊട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ആദ്യം അതിലോട്ടായിരിക്കുമ്പോ ഇപ്പൊ ഉടുപ്പയിലാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒന്ന് വീണാൽ പെട്ടെന്ന് നമ്മൾ നോട്ട് ചെയ്യുന്നത് എന്താണ്? ഓ, ആളിന്റെ ഉടുപ്പയിൽ ഇതുണ്ട്. അത് മാം സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇത് ഫസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഈ ഗ്ലാസ്സിലെ എന്താണ് കാണുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും അതൊരു 1/4 ഗ്ലാസ് വെള്ളം മാത്രമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് യെസ്, ഈ ഇതിനകത്ത് 3/4 വെള്ളം ഉണ്ട് എന്ന് പറയത്തില്ല, ഇതിന്റെ കുറവ് മാത്രമേ കാണത്തുള്ളൂ. ഫുള്ള് ഗ്ലാസ് അതെ വെള്ളം ഇല്ല എന്ന് പറയുന്ന ആൾക്കാരായിരിക്കും. ഇത് ഇപ്പൊ അതെ. ഈ വെള്ളം എടുത്ത് വെച്ചാൽ നോക്കണ്ട, ഇവിടെ നോമ്പ് പിടിക്കാനുള്ള സമയമായിട്ടില്ല കേട്ടോ. ചിലർ വിചാരിക്കും "ഏ, നോമ്പായിട്ട് വെള്ളം കൊടുത്തിരിക്കുന്നല്ലോ" എന്ന്. ഓക്കെ. അത് എക്സാമ്പിൾ കാണിക്കാൻ പ്രയോജനപ്പെട്ടു. ആ ആ ഓക്കെ, ഓക്കെ. എനിവേ, അത് വെരി വെരി വെൽ ഡൺ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൻഡ് സുസന്ന. യെസ്, പിന്നെ ഇത് കൂടാതെ ഇനിയും കുറെ ഡിസ്ട്രോഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു ½ സെഷൻസ് മാത്രമായിട്ടാണ് ഞാൻ 7 ഡിസ്ട്രോഷൻസ് മാത്രം എടുത്തത്. ഇനി വരും ദിവസങ്ങളിൽ ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ദിവസം ഇനിയുള്ള അടുത്ത 7 ഡിസ്ട്രോഷൻസുമായിട്ട് വരാം. 7ഓ 8ഓ ഡിസ്ട്രോഷൻസുമായിട്ട് വരാം. യെസ്, ഓക്കെ, ദാറ്റ്സ് വെരി ഗുഡ് ഐഡിയ. താങ്ക് ഗുഡ് യു. മോർണിംഗ് അനു സർ, താങ്ക് യു സോ മച്ച്. നല്ല ക്ലാസ് ആയിരുന്നു. കോഗ്നിറ്റീവ് ഡിസ്റ്റോഷനെ പറ്റിയിട്ട് 7 പോയിന്റ്സ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അപ്പോൾ സർ, ഈ തോട്ട് റെക്കോർഡ്സ് ഇപ്പം നമ്മൾ ഈ കോഗ്നിറ്റീവ് ഡിസ്ട്രോഷൻ ഹൗ ടു ഓവർകം എന്നുള്ളതിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നമ്മളെ തോട്ടിനെ മനസ്സിലാക്കുക എന്നുള്ളത്. അതായത് പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് ഈ തോട്ട് റെക്കോർഡ്സ്, ജേർണൽസ്, അതുപോലെ മൈൻഡ്ഫുൾനെസ് ഒക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണ്, അല്ലേ സർ? ഞാൻ അതെ അതെ, തീർച്ചയായിട്ടും. മനസ്സിലാക്കിയെടുത്തോളം ഈ ജേർണൽസ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽസ് ഒക്കെ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാൻ ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. രഹന മാം താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, താങ്ക് യു മാം. രഹന മാം സൂചിപ്പിച്ച പോലെ തന്നെ ഈ തോട്ട് റെക്കോർഡ് ഉണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന്. അതൊക്കെ സാധാരണ സൈക്കോളജിസ്റ്റോ അല്ലെ കൗൺസിലറൊക്കെ ആയിരിക്കും സാധാരണ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യിച്ചിട്ട് നമുക്കത് മാറ്റാൻ പറ്റുന്നതുമാണ്. താങ്ക് യു മാം. Good morning, Anas sir. ഗുഡ് മോർണിംഗ് ചന്ദ്ര മാം. As usual, super session. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരു സെഷൻ ആണ്. നമ്മൾ നോർമലി ലൈഫിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് സർ. ഇത് പക്ഷെ ഇപ്പൊ ഇതൊക്കെ റിയലൈസ് ചെയ്യുന്നത് ടു ലേറ്റ് ആണ്. സാറിന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഈ മാതിരി കാര്യങ്ങൾ ഏർലിയർ സ്റ്റേജ് ഓഫ് ലൈഫിൽ തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ? ബിക്കോസ് ദീസ് ആർ സംതിങ്സ് വി ഷുഡ് നോട്ട് കൾട്ടിവേറ്റോ അല്ലെങ്കിൽ ഈ മാതിരി തോട്ട് പ്രോസസ് നമുക്ക് വരാൻ പാടില്ലല്ലോ. പക്ഷെ നമ്മളെ ലൈഫ് ഇങ്ങനെ ലീഡ് ചെയ്തുകൊണ്ട് പോകുമ്പോ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളത് സേ നെഗറ്റീവ്സ് നമുക്കത് നമ്മൾ തന്നെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. സോ ഇസ് ദെയർ എനിത്തിങ് വെരിൻ വി ക്യാൻ ടീച്ച് ദീസ് തിങ്സ്? ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് നേരത്തെ തന്നെ ഈ രീതിയിൽ ചിന്തിക്കരുത്. വി ക്യാൻ കറക്റ്റ് ദം സോ ദാറ്റ് സൊസൈറ്റിയിൽ കുറച്ചുകൂടെ ഈച്ച് വൺ ഓഫ് us ക്യാൻ ലിവ് ഇൻ എ ബെറ്റർ വേ. ഓക്കെ, ചന്ദ്ര മാം. സ്കൂൾസിൽ നമ്മളെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഈ മാതിരി ക്ലാസ്സസ് ഒക്കെ ഏത് സ്റ്റേജിൽ കൊടുക്കുമ്പോ നമ്മൾ ഫോക്കസ് ഓൺ യങ്സ്റ്റേഴ്സ് അല്ലേ? എനിക്ക് സങ്കടമുണ്ട്, ഈ പ്രായത്തിലാണല്ലോ ഇതൊക്കെ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. പക്ഷെ വി നോ ദാറ്റ് ഇറ്റ് ഇസ് റോങ്. സോ മെനി തിങ്സ്. ഇപ്പൊ ഞാൻ ജഡ്ജ്മെന്റൽ എന്ന് പറഞ്ഞ ടേം ഒക്കെ യൂസ് ചെയ്യും. നമുക്കറിയാം നമ്മൾ ചെയ്ത് ശരിയല്ല, പക്ഷെ നമ്മൾ റീതിങ്ക് ചെയ്യുന്നില്ല. വൈ ആർ വി ഡൂയിങ് ദിസ്? Many of us know this is not right. മാം സൂചിപ്പിച്ച പോലെ തന്നെ ഇത് എത്രയായാലും ഇപ്പം കുട്ടികൾക്കിടയിൽ മാത്രമല്ല, ഇപ്പം വലിയവർക്കിടയിൽ പോലും ഇങ്ങനെയുള്ള തോട്ട്സുകളൊക്കെ വരും. അത് സ്വാഭാവികമായിട്ടും ഇതെന്ന് പറയുന്നത് വരുന്നത് സ്വാഭാവിക പ്രതികരണമാണ്. പക്ഷെ നമ്മുടെ ലൈഫിനെ ഇത് എപ്പോഴാണോ ബാധിക്കുന്നത് അപ്പോഴാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10, 50, 60 വയസ്സല്ലേ 65 വയസ്സുള്ള ഒരാൾ ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് പോലും അവിടെ ഒരു സദ്യ ആയിരിക്കും, നല്ല ഫുഡായിരിക്കും കിട്ടുന്നത്, നല്ല ഫുഡായിരിക്കും. പക്ഷെ ചിലപ്പോൾ അതിനകത്ത് അവിയൽ, പപ്പടം, എന്തോ കിച്ചടി, അങ്ങനെ പല സംഭവങ്ങളുണ്ടല്ലോ. അതിനകത്ത് ഏതെങ്കിലും ഒരു ഐറ്റംസ് മോശമാണെങ്കിൽ ആ സദ്യ മുഴുവനും കുറ്റം പറയുന്ന ആൾക്കാരില്ലേ? അപ്പം ചെറിയ ആൾക്കാർ മാത്രമല്ല, വലിയ ആൾക്കാർ വരെ വരും. പക്ഷെ ഇതെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ ഈ ഒരു തോട്ട് പ്രോസസ്സ് കൊണ്ട് ആ വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് കൊണ്ട് ചുറ്റിനുള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ടോ, അപ്പോഴാണ് ഇവിടെ ട്രീറ്റ്മെന്റ് വേണ്ടത്. ആ ഒരു രീതി മാറ്റിയിട്ട് മാറ്റിക്കൊണ്ടുവരേണ്ടത്. ഓക്കെ സാർ. ഈ ലോ പറയുന്ന മാതിരി നമ്മള് ലോനെ സീക്ക് ചെയ്യുന്നത് തെറ്റ് ചെയ്ത ശേഷമാണ്.
ലോ ഉണ്ട് എല്ലാം അറിയാം. പക്ഷെ നമ്മളത് തെറ്റ് ചെയ്ത ശേഷം എന്താണ് അതിന്റെ സൊല്യൂഷൻ, വക്കീലിനെ കാണുക, അതിന്റെ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ള രീതിയിൽ സർ പറയുമ്പോൾ എനിവേ യു ആർ ജെം ഓഫ് എ പേഴ്സൺ ടു ടേക്ക് സെഷൻസ്. മിസ് ചെയ്യാൻ പാടാത്ത ഒരു ക്ലാസ് ആണ്. വെരി നൈസ്, വെരി ഇൻഫോർമേറ്റീവ്, ലോട്ട് ഓഫ് നോളജ് ഗെയിൻഡ് ഔട്ട് ഓഫ് ഇറ്റ്. ഈ കുട്ടികൾ പഠിക്കുന്നത് അവര് ചെറുപ്പത്തിൽ കണ്ടുപഠിച്ചല്ലേ വരുന്നേ. അവരുടെ വീട്ടിൽ എങ്ങനെയായിരുന്നു, അവരുടെ വീട്ടിലുള്ള ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതിനനുസരിച്ചാണല്ലോ അവരും ഇത് പഠിച്ചു വരുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും ഡെഫിനറ്റ്ലി ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടില് എങ്ങനെയാണ് പേരൻസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പിള്ളേരെ കണ്ടുപഠിക്കാൻ. അപ്പം ഇതിനകത്തൊരു സ്ക്രീൻ കണ്ടോ? ഈ സ്ക്രീൻ കണ്ട? ഇതാണ് നമ്മുടെ CBTയുടെ തോട്ട് റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സിറ്റുവേഷൻ കാണാം. ഇപ്പൊ ഇവിടെ ഫസ്റ്റ് കൊടുത്തേക്കുന്ന കോളം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിന്റെ ഒരു എടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സാം ആണ്. അപ്പൊ അവിടെ ഇനീഷ്യൽ റിയാക്ഷൻസ് വരുമ്പോഴത്തേക്കും അവിടെ വരുവാണ് എക്സാമിന് ഫസ്റ്റ് 2 ആൻസർ അറിയില്ല, അപ്പോഴത്തേക്കും വരുന്ന ഈ എക്സാമിന് ഞാൻ തോറ്റു പോവും, പ്രോബ്ലംസ് ആവും, എനിക്ക് പ്രശ്നമാവും, എനിക്ക് വീട്ടിൽ വഴക്ക് പറയും. നെഗറ്റീവായിട്ടുള്ള ഓട്ടോമാറ്റിക് തോട്ട്സ് വരുന്ന എന്തൊക്കെയായിരിക്കും? മറ്റുള്ളവരൊക്കെ നല്ലപോലെ എക്സാം എഴുതുന്നുണ്ട്, എനിക്ക് ആൻസർ കിട്ടുന്നില്ല. പിന്നെ ടീച്ചർ ഈ പറഞ്ഞ പോലെ എക്സാമിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വഴക്ക്, മറ്റു കാര്യങ്ങൾ. ഇതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്ന വാക്കുള്ള പല കാര്യങ്ങളും കാണും. സപ്പോർട്ടിങ് എവിഡൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ചുറ്റിനും നോക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ നല്ലപോലെ എക്സാം എഴുതുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും അത് സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് മാറി. പക്ഷെ ഇതിനെ നമ്മൾ തിരിച്ച് മാറ്റിയിട്ടാണ് ഈ ഒരു 3 സ്റ്റെപ്പ് നമ്മൾ മാറ്റിക്കൊണ്ടുവരുന്നത് വെച്ചാൽ, ഓക്കെ, എനിക്ക് 2 ആൻസർ അറിയത്തില്ലെങ്കിലും വിഷയമില്ല, എനിക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനെ നമ്മൾ സാധൂകരിക്കുന്ന ബാലൻസ്ഡ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് തോട്ട്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവിടെ ആ ഒരു തോട്ട്സ് ചേഞ്ച് ചെയ്തിട്ട് ഔട്ട്കം ലേണിംഗ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്കം ലേണിംഗ് ആയിരിക്കും ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അത് ഒറ്റയടിക്ക് പറഞ്ഞാൽ ചിലപ്പം ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവത്തില്ല. കാരണം അത് ഡീറ്റെയിൽ ആയിട്ട് ഇത് CBT യൂസ് ചെയ്തിട്ട് നമ്മളിത് മാറ്റുന്നതാണ് അവരുടെ തോട്ട്സ് റെക്കോർഡ്. ഒരു കാര്യം പറഞ്ഞോട്ടെ. ചന്ദ്ര മാം ചോദിച്ചല്ലോ, എന്താ പറയാ, ഇതിപ്പോ നമ്മൾ കുറെ കഴിഞ്ഞിട്ടാണല്ലോ ഇത് മനസ്സിലാക്കുന്നത് എന്ന്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പം പാരൻസ് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കാര്യങ്ങളിൽ ഒരുപാട് വിജിലന്റ് ആണ്. അപ്പൊ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് ഈ CBT ഇപ്പോൾ നന്നായിട്ട് സക്സസ് ആവുന്നുണ്ട്. CBT കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ പാരൻസ് കുറച്ച് കാര്യങ്ങൾ കുട്ടികളിൽ, പാരന്റിങ് ആണല്ലോ സൂസൻ മാം പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ പാരന്റ്സ് ഇതിൽ നല്ല വിജിലന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ നെഗറ്റീവ് തോട്ട്സിന് നമുക്ക് CBT വഴി മാറ്റി കൊടുക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. ശരി, താങ്ക് യു മാം, താങ്ക് യു ഹന മാം പറഞ്ഞ രീതിയിൽ. അപ്പൊ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. ചന്ദ്ര മാം പറഞ്ഞ ആ ഒരു കാര്യത്തിലേ ഒരു കഥയുണ്ട്. ഒരു റോഡിന്റെ നടുക്ക് എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ കുഴിയുണ്ട്, ആരും ചവിട്ടരുത് എന്ന്. എല്ലാരും ഒന്ന് ചവിട്ടിയിട്ട് പോവും കുഴിയുണ്ടോന്ന് അറിയാനേ. അപ്പൊ മാം പറഞ്ഞ പോലെ നമ്മൾ ഇതൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഡിസ്റ്റോർഷൻസ് ഉണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുത്താല് അവര് പിന്നെ വിചാരിക്കും അത് ഉണ്ടല്ലോ എന്നാന്ന് നോക്കാം. അതിനേക്കാളും നല്ലത് അത് വരാതിരിക്കാനുള്ള, ഇപ്പം പൊതുവെ നമ്മൾ സാധാരണ ചെയ്യുന്ന കുട്ടികളല്ലേ, മടിയനാണ്, അല്ലെങ്കിൽ ഇനി ഒന്നും പഠിക്കാത്ത ആളാണ്, ഇനി ഒന്നിനും കൊള്ളാത്ത ആളാണ്, അങ്ങനെയൊക്കെ പറയാലോ, അല്ലെങ്കിൽ ലേബലിംഗ് ചെയ്യും. അതുപോലെ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ അതിന് വരാൻ പോകുന്ന എക്സാമൊക്കെ എങ്ങനെയായിരിക്കും, ഇതൊക്കെ നമ്മൾ തന്നെ പഠിപ്പിക്കുന്നതാണ് കുട്ടികളെ. അതൊക്കെ ഒഴിവാക്കിയാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു, പേരറിയില്ല, പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണോ വരുന്നത്. സാർ ഈ പറഞ്ഞ എല്ലാ ഡിസ്റ്റോർഷൻസും വരുന്നത് നമ്മുടെ ഏർലി ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ്. അപ്പൊ അത് നമുക്കിപ്പോ നമ്മുടെ മക്കളെ സംബന്ധിച്ച് അത്തരം അനുഭവങ്ങൾ അവർക്ക് ഇല്ലാതിരിക്കാൻ എല്ലാരെയും ഒരേപോലെ വളർത്തുക, എല്ലാ മക്കളും ഒരേപോലെ കാണുക, ഒരാൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതൊക്കെ വളർത്തി കഴിഞ്ഞാൽ കുറേയൊക്കെ ഒഴിവാക്കാൻ പറ്റും. താങ്ക് യു സർ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു റോഫ് സാർ. ഹലോ അന സർ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ് ജേക്കബ് സാർ. നല്ല ക്ലാസ്. ഏതാ ഡ്യൂട്ടിയിലാണോ എന്ന് ചോദിച്ചാ? അല്ല വെളുപ്പാങ്കാലം ആയിട്ടില്ല, ടൈം ആയിട്ടില്ല. സാറിന് ഇവിടെ 4 മണിയാണോ അതോ 3? ഇവിടെ ഇപ്പൊ 4 മണി. ഇവിടെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഓക്കെ. ഇവിടെ 5 മണി വാങ്ങ് കൊടുക്കുന്നു.
ഓക്കെ. അപ്പൊ സാറ് ഈ പറഞ്ഞ ഒരു ചെറിയ തമാശയാണ് ഓർമ്മ വന്നത്. അതൊന്ന് ഷെയർ ചെയ്യണമെന്നതിൽ ഒരു ചിന്ത. കാറ്റസ്ട്രോഫൈസിങ് പറഞ്ഞായിരുന്നല്ലോ സാറ്. ആ, ആ, ആൾക്കാർ ചിന്തിക്കുന്നത്, അതായത് ഞാൻ ഈ നാട്ടിൽ വന്നതുകൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ കൊറോണയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പെട്ടെന്ന് ആ, ആ ഒരു വലിയ ലെവലിലുള്ള ചിന്തയെന്ന് പറയുന്നത് ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ നടക്കുന്ന ഒരു തമാശയായിരുന്നു. ഞങ്ങള് ഒരു ക്ലോസ് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉള്ളപ്പം ആ, ഞങ്ങളുടെ കൂട്ടത്തില് ഒരുത്തനെ കളിയാക്കി തുടങ്ങിയ ഒരു ഇതാണ്, ഇവിടെ നമ്മൾ ഈ ഗൾഫില് ഏറ്റവും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മഴ. ആ, മഴ മഴ. മഴയൊന്നും അതെ, മഴയൊന്നും കാണാൻ കിട്ടത്തില്ല. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, ഇതിങ്ങനെ സംസാരിച്ച് ഇവിടെ ഉം. ചെറുതായിട്ട് നമുക്കൊന്ന് കാർമേഘം അറിയുമ്പോഴത്തേക്ക് ഒരു വേറൊരു വികാരം ആൾക്കാർക്ക്, ഓ ഇന്നൊരു മഴ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു ചിന്ത നമുക്കിടയിലുണ്ട്. അപ്പൊ ആ, ആ, ഒരാളിങ്ങനെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരാള് ഇവനിങ്ങനെ പറഞ്ഞാല് ഇവൻ പറയുന്ന ആ സമയത്ത് മഴ പോയിട്ട് ആ കാറ്റടിച്ചാൽ മതി, പിന്നെ അതങ്ങ് പോകും. അപ്പം ഇടയില് അവനെ അങ്ങ് ആ ഒരു ലേബിളിംഗ് ആയി. കാരണം ഉം, ഈ ഉം, ഇവനുണ്ടെങ്കിൽ മഴ പോയിട്ടൊന്നും കിട്ടത്തുമില്ല. പിന്നെ കാരണം നമ്മുടെ ഈ ഒമാൻ എന്ന് പറയുന്ന സ്ഥലം കുറച്ച് വിശാലമാണ്. ചിലപ്പോൾ ഒരു സൈഡിൽ ഉം, മഴയാണെങ്കിൽ ഇപ്പുറത്തെ സൈഡിൽ നല്ല വെയിലായിരിക്കും. അങ്ങനെ ഒരു സൗദിയും പോലെയൊക്കെ നമുക്ക് അറിയാമല്ലോ. ഉം, ആള് പിന്നെ കുറച്ച് അത് പിന്നെ എന്താ പറയുന്ന ഒരു മാനിഫെസ്റ്റേഷൻ പോലെ ആയി ആടെ പുറത്തങ്ങ്. ഉം, ഉം, പിന്നെ ഉം. മഴ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴ കിട്ടത്തില്ല ഇവൻ ചുറ്റുപാടുണ്ടെങ്കിൽ എന്ന രീതിയിൽ ഒരു ആ, തമാശ ഓർമ്മ വന്ന് ഒന്ന് ഷെയർ ഞാനും ചെയ്യണമെന്നത്. ഇതേപോലെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതേപോലെ. പിന്നെ അത് എടുത്തു അതിന് പറയാനും. പോസിറ്റീവ്സും ഉണ്ട് കേട്ടോ. ചില ഇപ്പൊ ഈ ഇതിന്റെ സെയിം എക്സാമ്പിളിൽ ചിലപ്പോൾ പറ്റാറുണ്ട്. മഴയൊന്നും ഇല്ലാതെ ഭയങ്കര ചൂടായിട്ടിരിക്കുമായിരിക്കും. അപ്പോഴായിരിക്കും ആ ഒരാള് അന്ന് വരുന്ന ദിവസം അന്ന് അവിടെ മഴ പെയ്യുന്നത്. പറയാം, ആ ഞാൻ മഴയും കൊണ്ടാ വന്നേ കേട്ടോ. ആ, ആ, ശരി. അത് ഇതൊക്കെ പറയും. നമ്മള് ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഈ ജഗദീഷിന്റെയും ജഗതിയുടെ ഒക്കെ ഒരു പഴയ സിനിമയുണ്ട്. രാജൻ ഉണ്ട്. ദേവ് ഒക്കെ അഭിനയിച്ചത് ഒരു ഒരു ആ, പ്രതിമയുടെ. അപ്പൊ അത് എവിടെ correct. കൊണ്ടുവച്ചാലും അത് പ്രശ്നമാവും. അത് കൊണ്ടുവെക്കുന്നിടത്ത് ഇത് സന്തോഷത്തോടു കൂടി ശ്രീകരിക്കണം എന്നൊക്കെ പറയുന്ന കേൾക്കാം. അതല്ല ഉം. എന്താ അവിടെ അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ്, അങ്ങനെ ശ്രീകരിച്ചില്ലെങ്കിൽ. അതെല്ലാം അങ്ങനെ വിശ്വസിച്ച് വിശ്വസിച്ച് ഏറ്റവും ലാസ്റ്റ് സിനിമയുടെ ക്ലൈമാക്സ് വരുമ്പോഴത്തേക്കും അങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊന്നും ഇല്ല. അതിനകത്ത് കുറച്ച് വേറെന്തോ ഗോൾഡോ പൈസയോ അങ്ങനെ എന്തൊക്കെയോ ഉള്ളത് കൊണ്ടാണ് അതിനെ എല്ലാവരും അങ്ങനെ ഇതാക്കി കണ്ടത്. അതിനകത്തങ്ങ് ഒന്നുമില്ല എന്ന അവസാനിപ്പിക്കുന്നതാണ് സിനിമ. പക്ഷെ അതേവരെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ കാറിന്റെ മേളിൽ തേങ്ങ വീണിട്ട് ചില്ല് പൊട്ടുന്നു. അത് കൈ ഇഷ്ടത്തോടെ സ്വീകരിച്ച ഉടനെ അവരുടെ ബിസിനസ് തകരുന്നു. ഞങ്ങൾ അത് കയ്യിൽ നിന്ന് പോകുമ്പോൾ നല്ല രീതിയിലുള്ള ഹാപ്പിനെസ് മൊമെന്റുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ സിനിമകളിലൂടെയൊക്കെ പല രീതിയിൽ ഈ പറഞ്ഞ ഡിസ്റ്റോഷൻസ് ഒക്കെ നമുക്ക് ശ്രദ്ധിക്കുന്നേ ഉള്ളൂ. ക്രോണിക് ബാച്ചിലർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ. അതെ അതെ. അതിനകത്ത് മമ്മൂട്ടി പെണ്ണ് കെട്ടത്തില്ല. എന്താ കാര്യം? ഉം. എന്താ എന്താ പെണ്ണ് കെട്ടാത്ത? ഓർക്കും. അത് ആദ്യം ഒരാൾ പറ്റിച്ചു. തേച്ചിട്ട് പോയി. ആദ്യം മറ്റേ പെണ്ണ് ഇതേപോലെ സ്വത്തുകളൊക്കെ എഴുതിയെടുക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണിനെ ഞാൻ വിശ്വസിക്കത്തില്ല, എന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ല എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ട് പോകും അല്ലേ? അതെന്തോ, അത് ഏത് ഡിസ്റ്റോഷൻസ് ആണ്? ഓവർ ജനറലൈസേഷൻ. ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ ഒരു ഇൻസിഡന്റ് ഉണ്ടാക്കിയാൽ പിന്നെ പെണ്ണുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത്, അതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് അടുത്ത് കാണാൻ പറ്റും. ഇത് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് സിനിമയുടെ ഇത് പറഞ്ഞത് കേട്ടോ. തീർച്ചയായും. ഓക്കെ, ഉം, താങ്ക് യു. ഒരു നല്ലൊരു കാര്യം കൂടെ ടോപ്പിക്. ഉണ്ട്. പറഞ്ഞു ഇതിനകത്ത് സാർ. പൊതുവില് എല്ലാ ഉം, ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും എന്തെങ്കിലും കാരണം കണ്ടുപിടിക്കണം എന്ന് നിർബന്ധമാണ്. ഉം, അതല്ലെങ്കിൽ അതിനൊരു കുറ്റക്കാരൻ ആരെങ്കിലും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് ഉം. എന്ത് സംഭവിച്ചാലും നമ്മൾ ഇത് ആരാണ് ഇതിന് കാരണം, അല്ലെങ്കിൽ എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു പോകുന്നത്. ആ, ആ, എന്നിട്ട് അത് ആരുടെയെങ്കിലും തലയിൽ അങ്ങോട്ട് കെട്ടിവെക്കണം. ആ, അത് ഒരു ഈ പറഞ്ഞ സമാധാനം ഇല്ല. നെക്സ്റ്റ് ഡിസ്റ്റോഷൻസിനകത്തൊക്കെ വരുന്നതാണ് കേട്ടോ. ആദ്യത്തെ 15 ഡിസ്റ്റോഷൻസ് ഉണ്ട്, ആ കാറ്റഗറിയിലേക്ക് വരുന്നതാണ്. എന്ത് ബുള്ളിങ്, അങ്ങനെ കുറെ സംഭവമുണ്ട്. വേറെ ആരെങ്കിലും ബുള്ളി ചെയ്യുക, അങ്ങനെ വേറെ പല കേസ് വന്നാലും മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. ഡിസ്റ്റോഷൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഉണ്ട്. ഹാഫ് ആൻ അവർ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ എഴുതെടുത്തതേ ഉള്ളൂ. ഇപ്പം റൗസാർ പറഞ്ഞതൊക്കെ വേറെ കാറ്റഗറീസ് ഓഫ് ഡിസ്റ്റോഷൻസിനകത്ത് വരുന്നതാണ്. അതെ, സാറ് പറഞ്ഞ കാര്യം നമ്മുടെ ആ ഒരു ചിന്താഗതി കൂടുന്നതനുസരിച്ച് എന്തിനേലും നമുക്കൊരു കാരണം ഉണ്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ നമ്മുടെ ഒരു ചിന്ത പോകും. ഏറ്റവും ഉം, കൂടുതൽ ഉം, ഞാൻ കഴിഞ്ഞിടയ്ക്കൊക്കെ ലൈഫ് റിയലൈസ് ചെയ്തൊരു കാര്യം, ഇപ്പം ഒരാൾക്ക് മരണം സംഭവിച്ചെങ്കിൽ പോലും എന്തുകൊണ്ടാ ഉം, മരിച്ചതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അന്ന് കുറച്ചൊക്കെ മുന്നേ ആയിരുന്നെങ്കിൽ നമ്മൾ ദൈവം വിളിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് തീർക്കും. ഓക്കെ, അവിടെ സമയമായി, ഇയാള് പോയി. എന്നാലും ഉം, അങ്ങനെ അല്ലല്ലോ. എന്തായിരിക്കും പോയ കാര്യം എന്ന് ചിന്തിക്കണം. ഉം. ഇത് എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും ദോഷമുണ്ടോ, ഉടനെ തന്നെ അതെ. എവിടെയെങ്കിലും പോയി കണ്ടിട്ട് ഇത് വേറെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഇത് വിശ്വസിക്കുന്നവരും ഉണ്ട് കേട്ടോ. വിശ്വസിക്കേണ്ടെന്നൊന്നും അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു മൃഗങ്ങൾ ചത്തു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയും നമ്മുടെ വീട്ടിൽ ആർക്കോ വരാനുണ്ടായിരുന്നത് അങ്ങനെ പോയി തീർന്നതാണ് എന്നൊക്കെ പറയുന്നതും ഉണ്ട്.
അതൊന്നും എനിക്കറിയില്ല അതിന്റെ സത്യാവസ്ഥ, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് അവിടെ മിഡിൽ എങ്ങനെയുണ്ട്? ഈസ്റ്റിലെ നാട്ടിലുള്ള ന്യൂസുകൾ കാണാതിരുന്നാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവെ ന്യൂസിനകത്ത് കാണിക്കുന്ന പോലുള്ള പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും ചെറിയ രീതിയിലും ഒക്കെ പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും അത്രത്തോളം ഇല്ല. അല്ലേ ജേക്കബ് സാർ? അതെ, പുറത്തുള്ളവർക്ക് വലിയ കുഴപ്പമില്ല. അതായത് ഞാൻ കൂടുതലും കേൾക്കുന്നത് ഞങ്ങളുടെ ബ്രാഞ്ചുകളിൽ ദുബായിലും ഖത്തറിലും ചെറുതായിട്ട് കാര്യങ്ങൾ നോർമൽ ആണെന്ന് പറഞ്ഞാലും അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അറിയുന്ന 2 സ്ഥലങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. പൊതുവെ അല്ലാതെ ഗൾഫിൽ ബാക്കി നമുക്ക് ബഹ്റൈനുണ്ടല്ലോ, ബഹ്റൈനുണ്ട്. മോള് പറയുന്നത് അവർക്ക് എല്ലാ ദിവസവും ഇങ്ങനെ സൈറനും ഉണ്ട്, ബ്ലാസ്റ്റും കേൾക്കാം. പിന്നെ അതെ മെനഞ്ഞാന്നല്ലേ അവിടെ ഒരാള് ഇനി മരിച്ചുപോയത്, ഞാനിപ്പം റെസിഡൻഷ്യൽ ഇന്നലെ ഏരിയയിലൊക്കെ വന്ന് വീണിട്ടെ. ഇനിയിപ്പോ ഒമാനിൽ നമുക്ക് ഇപ്പം സത്യം കഴിഞ്ഞ പറഞ്ഞാൽ ഞാൻ എവിടെയോ കണ്ട് ഇന്നലെ ഒരു റീൽസിനകത്തൊക്കെ കണ്ടായിരുന്നു. അതായത് ഇനി നമ്മുടെ ഇന്റർവ്യൂവിന്റെ നമ്മുടെ സി വിക്കകത്ത് ആഡ് ചെയ്യാം ഏതാണ് മിസൈൽ വരുന്ന ടൈമിൽ പോലും വർക്ക് പ്രഷർ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഒരു കഴിവുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഞാനിങ്ങനെ പലയിടത്തും അത് റിലേറ്റഡ് ആയിട്ട് കണ്ടത്. ഇതുവരെ പല ആൾക്കാരും നേരിടാത്ത ഒരു പ്രശ്നമാണല്ലോ ഇത്. എനിവേ സേഫ് ആയിരിക്കുക. താങ്ക് യു. അതെ മോർണിംഗ് അനസ് സാർ, ഗുഡ് മോർണിംഗ്. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. നല്ല പ്രസന്റേഷൻ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ 7 ഡിസ്റ്റോർഷൻസ് സാർ ഓരോന്നിനും എക്സാമ്പിൾസ് ഒക്കെ കൊണ്ടുവന്നതുകൊണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. അതുപോലെ അതിൽ പറഞ്ഞ പല എക്സാമ്പിൾസും നമ്മളെ പലരുടെ ലൈഫിൽ ഫേസ് ചെയ്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം തന്നെ ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എൻ്റെ നാട് കണ്ണൂരാണ് കേട്ടോ. അപ്പൊ കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോ എപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ ബോംബ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത് വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് പരിചയപ്പെടുമ്പോൾ തമാശക്കാണെങ്കിൽ കൂടി ഓ കണ്ണൂരാണല്ലേ, അവിടെ ഇങ്ങനാണല്ലേ പ്രശ്നങ്ങളൊക്കെ, അതൊക്കെ ഏതോ ഒരു സ്ഥലത്ത് കുറച്ച് ആ ഒരു ഇതിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ടോട്ടലി കണ്ണൂർ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ പ്രശ്നമുള്ള ഒരു സ്ഥലമാണ് എന്നുള്ള രീതിയിലുള്ള പല സ്ഥലത്തുനിന്നും തമാശക്കാണെങ്കിൽ പോലും കേട്ടിട്ടുണ്ട്. പക്ഷെ കണ്ണൂർ വന്നവർക്കൊക്കെ അറിയാൻ വേണ്ടി പറ്റുമല്ലോ എത്ര നല്ല മനുഷ്യരാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ. അങ്ങനെ അതെ. പല കാര്യങ്ങൾ ഇപ്പം കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ 100ൽ പിന്നെ 90 മാർക്ക് വാങ്ങിയിട്ട് 10 എവിടെ പോയി എന്ന്. അപ്പൊ അത്രയും വാങ്ങിയതിന് അഭിനന്ദിക്കുന്നതിന് പകരം 10 എവിടെ പോയി എന്നിട്ട് അതിന് ശകാരിക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റിയ എക്സാമ്പിൾസ് ഒക്കെ സാറ് കൊണ്ടുവന്നതുകൊണ്ട് നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു ഖദീജ മാം. കൊല്ലക്കാരെ പോലെ തന്നെ കണ്ണൂർക്കാർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതെ അതെ, അതേപോലെ തന്നെ എന്റെ ഒരു എക്സ്പീരിയൻസ് അറിയാം. എന്റെ സ്വന്തം വീട് കൊടുങ്ങല്ലൂരാണേ. അപ്പൊ കൊടുങ്ങല്ലൂരാണല്ലോ ഭരണി നടക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമ്മളെടുത്ത് സംസാരിക്കും, അയ്യോ ഇവരെടുത്ത് സംസാരിക്കാൻ പറ്റില്ല, ഭരണിപ്പാട്ട് ഭരണി തെറി പറയുമല്ലോ ഭരണി. അപ്പൊ അപ്പൊ അത് നമ്മളെടുത്ത് സംസാരിക്കാൻ പറ്റില്ല അതുപോലെ പറയും ആൾക്കാര്. എന്തായാലും അടിപൊളി പ്രസന്റേഷൻ ഒക്കെ ആയിരുന്നു, നന്നായിട്ട് മനസ്സിലായിട്ടാ. ഡിസ്കഷൻസ് താങ്ക് യു സജിന നല്ല മാം. ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നമ്മൾ ഏറ്റവും അപ്പൊ കോമൺ ആയിട്ട് പറയുന്നതല്ലേ നമ്മുടെ അതിഥി തൊഴിലാളികളെ പറ്റി. അതെ അതെ അവരെല്ലാം മോശമാണ് എന്നുള്ളത് നമ്മളതങ്ങ് അടിച്ചു വെച്ചിരിക്കുകയാണ്. ചില ഓരോ കുറച്ച് ഇൻസിഡന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജിഷ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ എല്ലാരും പക്ഷെ അങ്ങനെ പറയാൻ അതിന്റെയൊക്കെ പേരില് പറ്റില്ലല്ലോ. എല്ലാ ആൾക്കാരെയും മോശപ്പെട്ട രീതിയിൽ കാണുന്നുണ്ട്. ഇപ്പോഴും പല അതിഥി തൊഴിലാളികളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. അവിടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനല്ലേ അവർ ഇത്രയും വന്ന് സ്പ്രെഡ് ആയത്. നമ്മുടെ ആൾക്കാർ നോക്കിയിരുന്ന് കൂലി മേടിക്കാനായിട്ട് ഇരുന്നിട്ടാണ് കഴിവുള്ളവര് വന്ന് ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ എന്ത് ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ തീർച്ചയായും ഇവര് വന്ന് അവരാണ് ഇതിന്റെ എല്ലാം കാരണം, ഡ്രഗ്സിന്റെയും അല്ലെങ്കിൽ വയലൻസിന്റെയും ഇവരാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള രീതിയിൽ അവരെ അങ്ങ് ലേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ എനിവേ, ഗുഡ് ആൻഡ് ബാഡ് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തുണ്ട്. ഇന്നിപ്പം ഇവരുടെയൊക്കെ കയ്യിൽ നോക്കിക്കഴിഞ്ഞാല് ഈ ചൈനി പാൻ പരാഗ് പിന്നെ വേറെ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ലഹരി ആയിരിക്കും. നമ്മളൊക്കെ അതിലും ടോപ്പ് ലെവലിൽ പോയി. MDMA
പിന്നെ അതെ. വേറെ എന്താ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പേരൊന്നും അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ലെവലിലേക്ക് പോയി. അപ്പൊ എന്താണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അതാ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. എൻ്റെ ഇതുവരെ ക്ഷമയോടുകൂടി എൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും, ഇനി യൂട്യൂബിൽ ഈ ക്ലാസ് ആരെങ്കിലും റെക്കോർഡ് കാണുന്നുണ്ടെങ്കിൽ അവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, ഡിംപിൾ അക്കാദമിയിലെ ഫൈസൽ സാറിനും ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന സജന മാമിനും, പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത് പേരെടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരുടെയും പേര് പറയാം. ഫൗസിയ മാം ആയാലും, ഖദീജ മാം ആയാലും, സജന മാം ആയാലും, ജേക്കബ് സാർ ആയാലും, സൂസൻ മാം ആയാലും, ചന്ദ്ര മാം ആയാലും, ഇത്രയും പേരെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നം ഒന്നും വിചാരിക്കല്ലേ. എനിക്ക് തൊണ്ടയിൽ കുറച്ച് പ്രശ്നമുണ്ട്. എല്ലാവരോടും സ്പെഷ്യൽ നന്ദി പറയണം കേട്ടോ. എല്ലാവർക്കും ഉണ്ട് റൗസാർ തൊണ്ടയില് പ്രശ്നം. എന്താ ഈ ഓ പ്രശ്നം എന്നറിയില്ല, തൊണ്ടയിൽ എല്ലാവർക്കും പ്രശ്നമാണ്. അതാണ് ആ സൗണ്ട്. താങ്ക്സ്. അടിപൊളി താങ്ക് സെഷൻ യു. ആയിരുന്നു. നല്ല മനസ്സിലായി. എല്ലാവർക്കും വൈൻഡപ്പ് ചെയ്യാം. ചിന്തകൾ. യെസ് അപ്പൊ താങ്ക് യു എല്ലാവർക്കും ഫസലെ. നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. Thank you. Thank Thank you you. so much. Wishing all a good day. Goodbye. Thank ബൈ you. ബൈ.